നല്ല സമയത്തെക്കുറിച്ചാണ് പറയാൻ പോണതേ. 2 ദിവസം മുമ്പ് വന്ദേ ഭാരത് ട്രെയിനിലായിരുന്നു എൻ്റെ യാത്ര. അറിയാലോ, തിരുവനന്തപുരത്ത് നിന്ന് അതിരാവിലെ 5:15 ട്രെയിൻ പുറപ്പെടുക. പരിചയമുള്ളൊരു TT ആയതുകൊണ്ട് ഒരു കൗതുകത്തിന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ കമ്പാർട്ട്മെൻറ്റിൽ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടേണ്ട എല്ലാ യാത്രക്കാരും എത്തിയിട്ടുണ്ടോയെന്ന്. എല്ലാവരും എത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അതിരാവിലെയാണ്, പുറത്ത് നല്ല മഴയാണ്, എന്നിട്ടും ഒരാൾ പോലും എത്താൻ വൈകിയിട്ടില്ല. ഇനിയാണ് എൻ്റെ ചോദ്യം, ഇതേ കൃത്യത നമ്മൾ നമ്മുടെ ജോലി സ്ഥലത്തും ഒരു മീറ്റിംഗ് തുടങ്ങുന്ന കാര്യത്തിലുമൊക്കെ പാലിക്കാറുണ്ടോ? അങ്ങനെ പാലിക്കാൻ നമുക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഉത്തരം വളരെ സിമ്പിളാണ്. രണ്ടിനെയും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് 2 രീതിയിലാണ്. ട്രെയിനിൻ്റെ കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം, കൃത്യസമയത്ത് ട്രെയിൻ പുറപ്പെടുമെന്നുള്ള കാര്യം നമുക്കറിയാം. അതിനു മുമ്പ് നമ്മൾ എത്തിച്ചേർന്നില്ല എന്നുണ്ടെങ്കിൽ ട്രെയിൻ മിസ്സാവുമെന്ന് നമുക്കറിയാം. നമ്മുടെ അന്നത്തെ പ്ലാന് മുഴുവൻ പൊട്ടിപ്പോകുമെന്നുള്ള കാര്യം നമുക്കറിയാം. ടിക്കറ്റിന് മുടക്കിയ പൈസ നഷ്ടപ്പെട്ടു പോകുമെന്ന് നമുക്കറിയാം. ഇതെല്ലാം വ്യക്തമായ ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് ഏത് പുലർച്ചയ്ക്കും ഏത് മഴയത്തും നമ്മൾ എത്തേണ്ട സമയത്ത് അവിടെ എത്തിച്ചേർന്നിരിക്കും. അതേസമയം ഓഫീസിലും മീറ്റിങ്ങിലുമൊക്കെ ഇത്തിരി വൈകി എത്തിക്കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നൊരു മാനസികാവസ്ഥയെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ചുറ്റുമുള്ള ആളുകൾ പതുക്കെ നമ്മുടെ മനസ്സിലങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി എത്താൻ വൈകിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ എക്സ്ക്യൂസുകളുടെ പരമ്പരയാണ്. ട്രാഫിക്, ആക്സിഡൻറ്റ്, മഴ, കാറ്റ്, അങ്ങനെ സ്ഥിരം പല്ലവികൾ ഇങ്ങനെ ഒഴുകി വരും. ചില ഫംഗ്ഷനൊക്കെ പോയാലേ ഈ സമയബോധമില്ലായ്മയുടെ പ്രശ്നം കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. നമ്മൾ കഷ്ടപ്പെട്ട് കൃത്യസമയത്ത് എത്തിച്ചേരുമ്പോൾ ഉദ്ഘാടകൻ എത്തിയിട്ടുണ്ടാവില്ല, പിന്നെ കാത്തിരിപ്പാണ്. ആ ഓഡിറ്റോറിയത്തിലുള്ള 1000-ഓളം കാണികളുടെ 1 മണിക്കൂർ വീതം വെറുതെ കളയേണ്ടി വരുന്ന സമയത്ത് മൊത്തം സമയനഷ്ടം നമുക്കൊന്ന് ആലോചിച്ച് നോക്കണം. ചില സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് സംഘാടകർ അന്നത്തെ പരിപാടിക്കുള്ള ബാനർ ബാക്കിൽ കെട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഒരു കൂട്ടർ സൗണ്ട് സിസ്റ്റം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഈഗോ ആയി, അഹങ്കാരമായി. ഇനി വേറൊരു സംഭവമുണ്ട്. ക്ഷണിക്കാൻ വരുന്ന സമയത്ത് നമ്മളോട് 10 മണിക്കാണ് പരിപാടി എന്ന് പറയും. അവിടെ ചെന്ന് ഇൻവിറ്റേഷൻ കയ്യിൽ കിട്ടുമ്പോൾ അതിനകത്ത് 9 മണിക്കാണ് പരിപാടി തുടങ്ങുക എന്ന് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായി? ആരാണ് സമയം തെറ്റിച്ചത്? എത്തിച്ചേർന്ന അതിഥിയാണ് സമയം തെറ്റിച്ചത്. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് സംഘാടകരോട് ചോദിച്ചാൽ പറയും, നമ്മുടെ ആളുകളല്ലേ, 9 മണി എന്ന് പറഞ്ഞാൽ 10 മണിക്കെങ്കിലും എത്തിച്ചേരും, അങ്ങനെ എത്തിച്ചേരൂ എന്ന്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇനി ഞാൻ പറയുന്നത് പുതിയ തലമുറയോടാണ്. സമയത്തിൻ്റെ കാര്യത്തിൽ കൃത്യത പാലിക്കുക എന്ന് പറയുന്നത് ഒരു കലയാണ്. ജീവിത വിജയത്തിൻ്റെ അടിത്തറയാണ്. ഒരാളെ വിലയിരുത്താനുള്ള അളവുകോലാണ്. നിങ്ങളിവിടെ മാജിക് പ്ലാനറ്റിൽ വന്നിട്ടുണ്ടോ? ഓരോ തിയേറ്ററിന് മുന്നിലും ഓരോ ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡ് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ആ തിയേറ്ററിലെ പരിപാടി തുടങ്ങുന്ന സമയം ഡിസ്പ്ലേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എല്ലാം ഓഡ് ടൈമാണ്. അതായത് 2:17, 3:09, 4:53 ഇങ്ങനെയാണ് സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതെന്തിനാണെന്നറിയോ? പെർഫോം ചെയ്ത ആർട്ടിസ്റ്റുകളും സ്റ്റാഫും കൃത്യസമയം പാലിക്കാനുള്ള ഒരു കുറുക്കു വഴിയാണ് അത്. മാജിക് പ്ലാനറ്റ് സന്ദർശിക്കുന്ന അതിഥികളുടെ സമയബോധം സൃഷ്ടിക്കാനുള്ള ഒരു ആശ്രയം കൂടിയാണ് അത്. പണ്ട് ഞാൻ മാജിക് ഷോ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് പഠിച്ചതാണ് ഈ സമയത്തിൻ്റെ നിഷ്ഠ എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഇതൊന്ന് പാലിച്ച് നോക്കിക്കഴിഞ്ഞാൽ ജീവിതം വളരെ രസകരമാവും, അതോടൊപ്പം തന്നെ ജീവിതം വിജയപ്രദമാവും. പ്രത്യേകിച്ച് യുവാക്കൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് മുമ്പേ എത്തിച്ചേരുക. നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളവിടെ ഉണ്ടായിരിക്കണം. ഇത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് സമയബോധം മനസ്സിൽ നിറയ്ക്കുക എന്ന് പറയുന്നത് ഇസ് എ ബ്യൂട്ടിഫുൾ ആർട്ട്. താങ്ക് യു സോ മച്ച്.